മലയാള സിനിമയിലെ ഐക്കോണിക് ആയിട്ടുള്ള മീശ മാധവനിലെ സീനാണിത്. കൃഷ്ണന്റെ വേഷം കിട്ടിയ ഹരിശ്രീ അശോകൻ ജഗതിയെ വിഷുക്കണി കാണിക്കുന്ന സീൻ. ഈ സീൻ കണ്ട് ചിരിക്കാത്തവരായിട്ട് കേരളത്തിൽ ആരും ഉണ്ടാകില്ല. 2014 ഇറങ്ങിയ അമീർ ഖാന്റെ PK മൂവിയിൽ സിമിലർ ആയിട്ടുള്ള ഒരു സീനുണ്ട്. ശിവന്റെ വേഷം കെട്ടിയ ഒരാളെ നായകൻ ചേസ് ചെയ്യുന്ന സീൻ. പക്ഷേ ഈ സീൻ ശിവനെ കളിയാക്കുകയാണെന്നും പറഞ്ഞ് ആ സിനിമ നോർത്ത് ഇന്ത്യയിൽ കോൺട്രവേഴ്ഷ്യലായി. ഇപ്പോൾ എമ്പുരാൻ സിനിമ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ ഓപ്പൺ എന്ന് കരുതിയ മലയാളി ഓഡിയൻസും നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിനെ പോലെ ചിന്തിച്ചു തുടങ്ങിയെന്ന് തോന്നിപ്പോവുകയാണ്. ഒരുപക്ഷെ മീശമാധവൻ സിനിമ ഇന്നായിരുന്നു റിലീസ് ചെയ്യുന്നതെങ്കിൽ ഈ സീൻ ഉൾപ്പെടുത്തുന്നതിനെ പറ്റി ഡയറക്ടർ രണ്ടാമതൊന്ന് ചിന്തിച്ചേനെ. ഒരു ഡയറക്ടർക്ക് തനിക്ക് ഇഷ്ടമുള്ള ഏത് വിഷയവും സിനിമയിൽ കാണിക്കാനുള്ള അവകാശമുണ്ടോ? ഈ അവകാശത്തിൻ്റെ ലിമിറ്റ്സ് എന്താണ്? ആരാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത്? ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ക്ലിയർ ആക്കട്ടെ. എമ്പുരാൻ സിനിമയിൽ കാണിച്ചിരിക്കുന്ന ഗോത്ര കലാപമോ അത് കാണിച്ചിരിക്കുന്ന രീതിയോ അതിൻ്റെ ചരിത്രമോ ഒന്നുമല്ല ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറിച്ച് അത് കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. മലയാളത്തിലെ ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് സിനിമയായിട്ടുള്ള എമ്പുരാൻ ഇറങ്ങി വെറും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ആ സിനിമയുടെ ആദ്യത്തെ 30 മിനിറ്റിൽ കാണിക്കുന്ന സീനുകളെ ക്രിട്ടിസൈസ് ചെയ്ത് ഒരു വിഭാഗം രംഗത്തെത്തി. ഈ സിനിമ ഫാക്സിനെ വളച്ചൊടിക്കുകയാണെന്നും സെൻസർ ബോർഡിന് തെറ്റുപറ്റിയെന്നും ഇത് പ്രദർശിപ്പിക്കാൻ ഒരിക്കലും അനുവാദം കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു അവരുടെ ആർഗ്യുമെന്റ്സ്. വൈകാതെ ഈ വിഷയം വൈറലായി. ന്യൂസ് പേപ്പറിലെ ഫ്രണ്ട് പേജ് ന്യൂസ്, TV ചാനലിലെ ഡിബേറ്റ്സ്, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അഭിപ്രായം പറയുന്നു. കോർ ടോപ്പിക്കായിട്ടുള്ള എമ്പുരാനിൽ നിന്ന് മാറി ഈ വിഷയം പൊളിറ്റിക്കലും റിലീജിയസുമായി ഗോത്ര കലാപത്തെ ചുറ്റിപ്പറ്റിയായി ചർച്ചകൾ. വിഷയത്തിന്റെ ടോൺ മാറാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത മേജർ രവിയെ പോലത്തെ ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങൾ മാറ്റി പറയാൻ തുടങ്ങി. വൈകാതെ ഈ ഇഷ്യൂ നാഷണൽ മീഡിയയും കവർ ചെയ്യാൻ തുടങ്ങി. ഇംഗ്ലീഷ് ചാനലുകളിലും ഹിന്ദി ചാനലുകളിലും എമ്പുരാനെ പറ്റി TV ഡിബേറ്റുകൾ വന്നു. പല ഹിന്ദി യൂട്യൂബേഴ്സും ഇതിനെപ്പറ്റി വീഡിയോസ് പോസ്റ്റ് ചെയ്തു. ആ വീഡിയോസൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അവരൊന്നും ഈ സിനിമ കാണാതെ വെറുതെ ഫേക്ക് നറേറ്റീവ്സ് അടിച്ചിറക്കണമെന്ന്. ആ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ കേരളത്തിന് ഒരു ആന്റി ഹിന്ദു സ്റ്റേറ്റ് പോലെയാണ് പിക്ചറൈസ് ചെയ്യുന്നത്. എന്തിനേറെ പാർലമെന്റിൽ വരെ ഈ വിഷയം ചർച്ചയായി. പാർലമെന്റിൽ എത്തിയപ്പോൾ ക്രിസ്ത്യൻ റിലീജിയസ് സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്തു എന്നൊരു ആംഗിൾ കൂടി ഇതിന് വന്നു. ഈ പ്രശ്നങ്ങൾക്കിടയിൽ 2 പ്രധാന ഇൻസിഡൻസ് നടന്നു. ഒന്ന്, മോഹൻലാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഖേദം പ്രകടിപ്പിച്ചു. അങ്ങനെ ചെയ്തത് നന്നായി എന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായമുള്ളവരുണ്ട്. 2, ഈ സിനിമയുടെ മേക്കേഴ്സ് തന്നെ ഇത് റീസെൻസർ ചെയ്യാൻ തീരുമാനിച്ചു. പ്രധാന വില്ലന്റെ പേര് മാറ്റുകയും വയലൻസ് സീനുകൾ എഡിറ്റ് ചെയ്യുക ഉൾപ്പെടെ 24 ചേഞ്ചസ് വരുത്തി പുതിയ പതിപ്പ് അവർ റിലീസ് ചെയ്തു. ഈ 2 ആക്ഷൻസും നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യം സെൻസർഷിപ്പ്. മുമ്പ് കാണാത്ത രീതിയിൽ ഇന്ന് എല്ലാ കാര്യങ്ങളും ഒരു റിലീജിയസ് ഫിൽട്ടർ വെച്ചിട്ടാണ് നമ്മുടെ സൊസൈറ്റി ജഡ്ജ് ചെയ്യുന്നത്. കയ്യിൽ ചരട് കെട്ടിയ സംഗീ ടാഗ് കിട്ടുന്നതും തൊപ്പി വെച്ച സുഡാപ്പി ടാഗ് കിട്ടുന്നതൊക്കെ ഈ മാറ്റത്തിന്റെ റിഫ്ലക്ഷൻസ് ആണ്. കേരളത്തിൽ ഇത് കണ്ടു തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. 1995 ബോംബെ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിലൊരു ഹിന്ദു നായകൻ്റെ മുസ്ലിം നായികയുടെ ലവ് സ്റ്റോറി കാണിച്ചു എന്നതിൻ്റെ പേരിൽ ഡയറക്ടർ മണിരത്നത്തിൻ്റെ വീട്ടിലേക്ക് എക്സ്ട്രീമിസ്റ്റുകൾ ബോംബ് എറിഞ്ഞു. സണ്ണി ദിയോളുടെ ഗദർ സിനിമയിൽ സിഖ് റിലീജിയൻ ഫോളോ ചെയ്യുന്ന നായകൻ മുസ്ലിം നായികനെ സിന്ദൂരം അണിക്കുന്ന സീൻ കോൺട്രവേഴ്ഷ്യലായി. പല മുസ്ലിം ഓർഗനൈസേഷൻസും ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. ഒരു മുസ്ലിം ഫാമിലി അവരുടെ ഹിന്ദു മരുമകൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യുന്ന ബേബി ഷവർ തീമാക്കി 2020 തനിഷ്ക് ഇറക്കിയ ആഡ് ലവ് ജിഹാദിന്റെ പ്രൊമോഷൻ ആണെന്നും പറഞ്ഞ് കോൺട്രവേഴ്സിയായി. ബോയ്ക്കോട്ട് തനിഷ്ക് ക്യാമ്പയിനും വന്നു. ലാസ്റ്റ് തനിഷ്ക് തന്നെ ആ ആഡ് പിൻവലിച്ചു. സെൻസിറ്റിവിറ്റി കൂടി ഒരു പർട്ടിക്കുലർ കളർ ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ റിലീജിയൻ എന്ന് വരെ നോർത്ത് ഇന്ത്യയിലെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പഠാൻ സിനിമയിൽ ദീപിക പദുക്കോൺ ഓറഞ്ച് കളർ ബിക്കിനി ഇട്ടത് കോൺട്രവേഴ്സി ആയത്. ഇതുപോലത്തെ ഇൻസിഡൻസ് ഇപ്പോൾ കേരളത്തിലും കൂടി വരികയാണ്. കുഞ്ചാക്കോവിന്റെ റോമൻസ് സിനിമയിൽ കള്ളന്മാരെ പുണ്യാളന്മാരാക്കി എന്ന് പറഞ്ഞായിരുന്നു കോൺട്രവേഴ്സി. ഭീഷ്മർമ്മ സിനിമ റിലീസ് ചെയ്തപ്പോൾ അതിൽ ക്രിസ്ത്യൻ ക്യാരക്ടേഴ്സിനെ മോശം രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്, സിനിമ ആന്റി ക്രിസ്ത്യൻ ആണെന്നും പറഞ്ഞ് KCBC രംഗത്ത് വന്നു. ബൊഗൈൻവില്ല സിനിമയിൽ സ്തുതി എന്ന പാട്ട് ക്രിസ്ത്യൻ റിലീജിയസ് സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്തു എന്നും പറഞ്ഞ് കോൺട്രവേഴ്സിയായി. ഇതിൻ്റെയൊക്കെ ഒരു കലാശക്കൊട്ട് പോലെയാണ് ഇപ്പോൾ സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് കൂടി എമ്പുരാന്റെ മേക്കേഴ്സിന് ആ സിനിമ റീഎഡിറ്റ് ചെയ്യേണ്ടി വന്നത്. ഇങ്ങനെ സിനിമ റീഎഡിറ്റും റീസെൻസറൊക്കെ ചെയ്യേണ്ടി വരുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്, OTT. ഇന്നൊരു സിനിമയുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് OTT സെയിൽസ്. കോൺട്രവേഴ്സീസും ലീഗൽ ഇഷ്യൂസും ഒക്കെ ഉള്ള സിനിമകൾ മേടിക്കാൻ OTT പ്ലാറ്റ്ഫോംസ് തയ്യാറാവില്ല. നയൻതാരയുടെ അന്നപൂർണി എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോൾ അതിലൊരു ബ്രാഹ്മൺ യുവതിയായിട്ടുള്ള നയൻതാര നിസ്കരിക്കുന്ന സീനും ഭഗവാൻ ശ്രീരാമൻ മാംസം കഴിച്ചു എന്ന് പറയുന്ന ഡയലോഗൊക്കെ കോൺട്രവേഴ്സി ആയപ്പോൾ ആ സിനിമ തന്നെ നെറ്റ്ഫ്ലിക്സിന് അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഇപ്പോൾ സെയ്ഫ് അലി ഖാന്റെ താണ്ഡവ് വെബ് സീരീസിൽ കണ്ട പോലെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോൾ ആ സീൻസ് ഡിലീറ്റ് ചെയ്ത് അപ്പോളജി പറയുന്ന രീതിയാണ് ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എമ്പുരാൻ വിഷയത്തിലെ ഫ്രീഡം ഓഫ് സ്പീച്ച്, ആർട്ടിസ്റ്റിക് ഫ്രീഡം എന്നൊക്കെ പറയുന്ന ഭൂരിഭാഗം ആളുകളും സ്വന്തം ഐഡിയോളജിക്ക് എതിരെ നിൽക്കുന്ന സിനിമകൾ വരുമ്പോൾ ഈ സ്റ്റാൻഡ് അല്ല എടുക്കാറ്.
എമ്പുരാനെ സിനിമയായിട്ട് കാണണം, ഡയറക്ടറുടെ ഫ്രീഡം, ബാൻ ചെയ്യാൻ പാടില്ല, സെൻസർ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്ന പല ആളുകളും കശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും പോലത്തെ സിനിമകൾ വന്നപ്പോൾ അത് പ്രൊപ്പഗണ്ട മൂവീസാണ്, അത് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞവരാണ്. ഇവിടെ കശ്മീർ ഫയൽസിലോ കേരള സ്റ്റോറിയിലോ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നോ അതിൻ്റെ കണ്ടന്റ് കറക്റ്റ് ആണെന്നോ അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെ വിമർശിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുണ്ട്. പക്ഷേ അത് ബാൻ ചെയ്യണം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. എമ്പുരാൻ്റെ ഫിലിം മേക്കേഴ്സിനുള്ള അതേ ഫ്രീഡം കശ്മീർ ഫയൽസിൻ്റെയും കേരള സ്റ്റോറിയുടെയും ഫിലിം മേക്കേഴ്സിനുണ്ടെന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ സപ്പോർട്ട് വെറും ഹിപ്പോക്രസിയാണ്. ഈ ഹിപ്പോക്രസി ഏറ്റവും കൂടുതൽ കാണുന്നത് പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിലാണ്. എമ്പുരാൻ ഇഷ്യൂ പാർലമെന്റിൽ റേസ് ചെയ്ത MP A റഹീം DYFIയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റാണ്. ഇതേ DYFI തന്നെയാണ് 2023 കേരള സ്റ്റോറി ബാൻ ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്തത്. എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ മിനിസ്റ്റർ സജി ചെറിയാൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കത്തിവെപ്പാണ്, ഒരിക്കലും അതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഒരു സിനിമ ഒരു കലാരൂപമാണ്, അത് നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങൾ പലതും ഉന്നയിക്കും. പക്ഷെ കേരള സ്റ്റോറി സിനിമ ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഡിഫറൻ്റ് ആയിരുന്നു. ഈ സിനിമ നിയമപരമായി തടയുക എന്നുള്ളത് അത് നിയമത്തിന്റെ വഴി നമ്മൾ നോക്കുന്നുണ്ട്. അത് സംസ്ഥാന ഗവൺമെന്റും ആ കാര്യം ഞങ്ങൾ നിയമപരമായി പരിശോധിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഞങ്ങളുടെ വകുപ്പിന്റെ കൃത്യമായ അഭിപ്രായം ഞാൻ പറഞ്ഞു, കാണാതെ ബഹിഷ്കരിക്കുക, തള്ളിക്കളയാവുന്നതാണ് ഞങ്ങളുടെ നിലപാട്. കേരള സ്റ്റോറി സിനിമ ഇറങ്ങിയപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ സിനിമയുടെ പ്രദർശന അനുമതി നിഷേധിക്കണം. എന്തുകൊണ്ടാണ് ഈ ട്രെയിലർ ഇറങ്ങാനുള്ള അനുമതി സെൻസർ ബോർഡ് കൊടുത്തത് എന്നതിനെ കുറിച്ച് കൂടി അന്വേഷിക്കണം. പക്ഷേ എമ്പുരാൻ സിനിമ കോൺട്രവേഴ്സി ആയപ്പോൾ അദ്ദേഹം ആ സിനിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ ഇടപെടുന്നത് കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ബേസിസിലാണ്. കശ്മീർ ഫയൽസ് എന്ന സിനിമ പല സംസ്ഥാനങ്ങളിലും ടാക്സ് ഫ്രീ ആക്കിയതും, ഗോത്ര റൈറ്റ്സിനെ ബേസ് ചെയ്തിറങ്ങിയ സബർമതി റിപ്പോർട്ട് എന്ന സിനിമ പാർലമെന്റിൽ സ്ക്രീൻ ചെയ്ത് പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവരത് കണ്ടതും, ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ തിയേറ്ററിൽ പോയിട്ട് എമ്പുരാൻ സിനിമ കണ്ടതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. എന്തിനേറെ സെൻസർ ബോർഡ് എന്ന സിസ്റ്റം വരെ ഹൈലി പൊളിറ്റിസൈസ്ഡ് ആണ്. സെൻസർ ബോർഡിലെ എല്ലാ മെമ്പേഴ്സും ഭരിക്കുന്ന പാർട്ടിയുടെ നോമിനീസാണ്. ഈ ബോർഡ് സെൻസർ ചെയ്യുന്ന സിനിമകൾ ആളുകളുടെ ഇഷ്ടത്തിന് റീ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സിസ്റ്റം? ഇനി മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതിനെ പറ്റി നോക്കാം. ഗോത്ര റൈറ്റ്സിനെ ബേസ് ചെയ്ത് ഇതിനു മുമ്പ് ഇന്ത്യയിൽ ഇറങ്ങിയ പല സിനിമകൾ ബാനായിട്ട് കൂടി എമ്പുരാൻ്റെ മേക്കേഴ്സ് ഈ പ്ലോട്ട് ചൂസ് ചെയ്തതും മോഹൻലാലിനെ പോലെ ഒരു നടൻ അതിൽ അഭിനയിച്ചതും മലയാളി ഓഡിയൻസിൻ്റെ ഹയർ ടോളറൻസ് ലെവൽ പ്രതീക്ഷിച്ചിട്ടായിരിക്കാം. പക്ഷെ അവരുടെ ജഡ്ജ്മെൻറ്റ് തെറ്റി. ബോയ്ക്കോട്ടും ബാൻ കൾച്ചറും കേരളത്തിൽ പോലും എത്തി നിൽക്കുന്ന ഈ കാലത്ത് എമ്പുരാനെ പോലെ ഇത്രയും ഹൈ ബഡ്ജറ്റിൽ ഒരുക്കുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമ ഇങ്ങനെ കോൺട്രവേഴ്സീസ് ഫേസ് ചെയ്യുമ്പോൾ ഒരു ഖേദം പ്രകടിപ്പിക്കുന്നത് വഴി ഈ പ്രശ്നം വഷളാവാതിരിക്കാനായിരിക്കാം മോഹൻലാൽ അങ്ങനെ ചെയ്തത്. അതുകൂടാതെ ലൈക്ക പോലത്തെ ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് പിന്മാറിയ സമയത്ത് സപ്പോർട്ടിനെത്തിയ ഗോകുലം ഗോപാലൻ എന്ന പ്രൊഡ്യൂസർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ കൂടിയാവാം ഇത്. ഈ പ്രശ്നങ്ങൾ ഭയന്ന് തന്നെയായിരിക്കാം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സപ്പോർട്ട് ചെയ്തിരുന്ന ഫിലിം ഇൻഡസ്ട്രിയിലെ പല ആളുകളും ഇതൊരു കോൺട്രവേഴ്സി ആയതിനു ശേഷം യാതൊരുവിധ പ്രതികരണങ്ങളും നൽകാത്തത്. മോഹൻലാലിനെ പോലെ ഇത്രയും മണി പവറും ബാക്കിങ്ങും ഫാൻ സപ്പോർട്ടും ഉള്ള ഒരു സൂപ്പർ സ്റ്റാറിന് ഈ അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വന്നെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ഒരു നടൻ്റെ നടിയുടെ അവസ്ഥ എന്തായിരിക്കും? ഉദാഹരണത്തിന് പാർവതി തിരുവോത്ത്. പാർവതി ഇന്ത്യൻ എക്സ്പ്രസിന് ഈ ഫെബ്രുവരിയിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത് തൻ്റെ ഫെമിനിസ്റ്റ് സ്റ്റാൻഡും ആക്ടിവിസവും കാരണം ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ്. പാർവതിക്ക് ഫെമിനിസം പോലെ റിലീജിയൻ കൂടാതെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും സിനിമയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റുകളും ബാനും കിട്ടാറുണ്ട്. നർമ്മദ ഡാമിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സമരം സപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ ആമിർ ഖാൻ്റെ ഫന എന്ന സിനിമ ഗുജറാത്തിൽ സ്ക്രീൻ ചെയ്യാൻ സമ്മതിച്ചില്ല. മലയാളത്തിലെ കഥ പറയുമ്പോൾ സിനിമ ഹിന്ദിയിൽ റീമേക്ക് ചെയ്തപ്പോൾ അതിൻ്റെ പേര് ബില്ലു ബാർബർ എന്നായിരുന്നു. ടൈറ്റിലെ ബാർബർ എന്ന പേരിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് വന്നു. ലാസ്റ്റ് ആ സിനിമ റിലീസ് ചെയ്തത് ബില്ലു എന്ന പേരിലാണ്. बार्बर शब्द से किसी को आपत्ति है तो हमने निकाल दिया है टाइटल्स में से. മമ്മൂട്ടിയുടെ കാതൽ സിനിമ വന്നപ്പോൾ അതിനകത്ത് LGBT കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ കോൺട്രവേഴ്സി ആയി. എന്തിനേറെ എമ്പുരാൻ സിനിമയിൽ മുല്ലപ്പെരിയാർ ഡാം സേഫ് അല്ല എന്ന് പരാമർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലെ സിനിമയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റും ബാൻ ത്രെറ്റ്സും വന്നു. ഇങ്ങനത്തെ പല പ്രതിഷേധങ്ങളും സിനിമ കാണാതെയും സിനിമയുടെ കണ്ടന്റ് പോലും അറിയാതെയാണ് ഉണ്ടാകാറ്. ഇതിൻ്റെ എക്സാമ്പിളാണ് പത്മാവത്. സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അതിൻ്റെ തീം രജ്പുത് കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണെന്ന പ്രചരണത്തിൻ്റെ പേരിൽ ഡയറക്ടർ സഞ്ജയ് ലീല ബൻസാലി ആളുകൾ അറ്റാക്ക് ചെയ്തു. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ പാരലൽ സെൻസർഷിപ്പിൻ്റെയും ക്യാൻസൽ കൾച്ചറിൻ്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ഗുണം കിട്ടുന്നത് ഈ പ്രശ്നം ഉണ്ടാക്കുന്നവർക്കോ അത് ആളിക്കത്തിക്കുന്നവർക്കും മാത്രമാണ്.
ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ സില്ലി ആണെന്ന് പറഞ്ഞ് എഴുതി തള്ളുമ്പോഴും വർഷാവർഷം ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരുടെ സപ്പോർട്ട് കൂടി വരികയാണ്. 2, ഡിസ്കഷൻസ് ആണ് ഗ്രോത്തിന് വഴിയൊരുക്കുന്നത്. ഒരു സിനിമ ഇറങ്ങിയാൽ അതിനെ വിമർശിക്കാനും അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ അത് ബാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് ശരിയല്ല. 3, ഇന്ത്യാസ് ഗോട്ട് ലേറ്റന്റ് എന്ന പ്രോഗ്രാം ബാൻ ചെയ്തപ്പോൾ സന്തോഷിച്ചവരാണ് ഭൂരിഭാഗം മലയാളികളും. മലയാളികളെ ഒഫൻഡ് ചെയ്ത കേരള സാർ 100% ലിറ്ററസി സാർ എന്ന ജോക്കായിരുന്നു ഈ സപ്പോർട്ടിന് പിന്നിലെ കാരണം. പക്ഷേ റൈറ്റ് വിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന കൊമേഡിയന്മാരായ മുനവർ ഫറൂഖിയുടെയും കുനാൽ കമറയുടെ ഒക്കെ ഷോകൾ ബാൻ ചെയ്തപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇതിൽ പലരും പ്രൊട്ടസ്റ്റ് ചെയ്തു. ഇന്ന് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളുടെ വായ മൂടി കിട്ടുമ്പോൾ കൈയടിച്ച നാളെ നമുക്ക് വേണ്ടി സംസാരിക്കുന്നവരുടെ വായ മൂടി കിട്ടുമ്പോൾ നോക്കി നിൽക്കേണ്ടി വരും.